വിശുദ്ധ ബൈബിളിൽ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വായിക്കുന്നവർക്ക് ധ്യാനിക്കുന്നവർക്ക് ഒരു സത്യം മനസ്സിലാവുന്നുണ്ട്. ഈശോ പാപികളായ നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ് സഹിച്ച് മരിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനം എന്ന് പറയുന്നത് എല്ലാവർക്കും സഹനമുണ്ട്. അത് ആ സ്നേഹത്തെ പോയിൻ്റ് ചെയ്തുകൊണ്ട് സ്നേഹത്തെ പ്രതി ആയില്ല എങ്കിൽ, സ്നേഹത്തിന് വേണ്ടിയിട്ടല്ല എങ്കിൽ ആ സഹനത്തിന് അതിൽ തന്നെ വിലയില്ല. അപ്പോൾ എല്ലാ സഹനങ്ങളും ഈശോയോടുള്ള സ്നേഹത്തെക്കുറിച്ച് നമ്മളത് ഏറ്റെടുക്കുകയും ആ ഒരു ഇൻറ്റൻഷൻ സഹിക്കുകയും ചെയ്യണം. ഇതിൻ്റെ സഹനത്തെ അതിൽ തന്നെ സ്നേഹിക്കുന്നതിൽ അർത്ഥമില്ല. സഹനം സ്നേഹത്തിന് അധിഷ്ഠിതമാണ്. അതുപോലെ ഈ നോയമ്പ് കാലത്ത് എല്ലാവർക്കും സഹനങ്ങളുണ്ട്. ആ സഹനങ്ങളെല്ലാം കർത്താവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള സഹനങ്ങളായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തൊരു സഹനത്തെ ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുള്ളത് ഈശോയോടുള്ള സ്നേഹത്തെക്കുറിച്ചാകട്ടെ. അതാണ് യഥാർത്ഥമായ നോയമ്പ്.